പ്രിയമുള്ളവരെ, ഇന്ന് മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഗുണം കിട്ടുന്ന ഒരു ചെറിയൊരു കയ്യിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യായാമം പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിക്കുന്ന എന്തിനെ കുറിച്ചും ഒരു ധാരണ വേണം. മരുന്നായാലും ഭക്ഷണമായാലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അലോപ്പതി മരുന്നിന് സൈഡ് എഫക്റ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. അലോപ്പതി മരുന്നൊക്കെ ഒരു കോഴ്സായിട്ട് ഡോക്ടർമാർ എഴുതി തരുന്നതാണ്. അത് അവർക്കറിയാം, അത് മാറാൻ അതിൻ്റെ രീതിയിലാണ് അവർ കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒറ്റമൂലികളൊക്കെ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ പാവയ്ക്ക, ഈ കൈപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പാവയ്ക്ക ജ്യൂസ് അടിച്ചു കുടിക്കുക, നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുക, ഇതൊക്കെ ഒരു നോട്ടം ഇല്ലാണ്ട് ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ടോക്സിക് ആവും, ലിവറിനും കിഡ്നിക്കും ഒക്കെ ബുദ്ധിമുട്ടാവും. പച്ചക്കറി ആയാലും ഇപ്പൊ ഈ പറഞ്ഞ മരുന്നായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും എല്ലാം ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ടോക്സിക് ആവും, അതിനൊരു പരിധിയുണ്ട്. ആ പരിധി നോക്കിയിട്ടാണ് ഡോക്ടർമാർ മരുന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അത് കഴിച്ചാൽ ഇത് മാറും എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് പച്ചക്കറി കഴിച്ചാലും, അതായത് പച്ചക്കറി എന്ന് പറഞ്ഞത് ഇപ്പൊ നെല്ലിക്ക ജ്യൂസ്, ആ ജ്യൂസ്, ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം, ഇത് എത്ര കഴിക്കണോ കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഇത് പഠിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കഴിക്കാം. യൂട്യൂബർമാര് യൂട്യൂബിന് റീച്ചിട്ടാൻ വേണ്ടി പലതും പറയും. നമ്മളത് ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ഇന്റേണൽ ഓർഗൻസിനെയും ഒരു വ്യായാമമാണ്. ഇത് പ്രിവെൻഷൻ മെത്തേഡാണ്, മെമ്മറി കൂട്ടാനൊക്കെ. അപ്പോ കൈ ഇങ്ങനെ പിടിക്കുക, നമ്മൾ ഈ തമ്പ് ഇവിടെ മുട്ടണം. ഇതാ ഇങ്ങനെ 1 മിനിറ്റ് 2 കൈയിലും എല്ലാ ദിവസവും ചെയ്യും. അതിങ്ങനെ പിടിച്ച് ചെയ്യാം, ഇങ്ങനെ പിടിച്ച് ചെയ്യാം, ഇങ്ങനെ പിടിച്ച് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. താങ്ക് യു.